Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യുവജനങ്ങളും കൗമാരക്കാരും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണല്ലോ ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൗമാരക്കാരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവർ കടന്നു പോകുന്നതായുള്ള വിവിധ പടികൾ, നമ്മുടെ യുവജനങ്ങളുടെ വളർച്ചയിൽ അവർ കടന്നു പോകുന്ന വിവിധ പടികൾ, ഈ പടികളൊക്കെ അവരിൽ ഏതൊക്കെ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ കൗമാരക്കാർക്കും യുവജനങ്ങൾക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് അപ്രോച്ച്, അവരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം എൽഡേഴ്സിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ്. അവർക്ക് കൊടുക്കേണ്ടതായുള്ള ഫ്രീഡം കൊടുക്കണം. അതോടൊപ്പം തന്നെ ചിലർ അഭിപ്രായപ്പെട്ടു, അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബൗണ്ടറിയും നിശ്ചയിക്കണം. അപ്പോൾ സ്വാതന്ത്ര്യവും നിയന്ത്രണവും ഒരുപോലെ പോകുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ചർച്ചയിൽ ഊന്നൽ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഇവരോടുള്ള പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. മാതാപിതാക്കൾ ഇവരോട് ഉള്ള അപ്രോച്ചിൽ, ഇവരെ വളർത്തുന്നതിൽ ഏത് സമീപനമാണ് ആവശ്യമായിരിക്കുന്നത്, അവിടെ എങ്ങനെയാണ് ഫ്രീഡവും ബൗണ്ടറിയും ഒരുപോലെ നിശ്ചയിച്ചു കൊടുക്കുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. Mr. Libus Abraham, Assistant Professor, St. Thomas College, Koranjeri. Mr. Jiju Verghese, Motivational Speaker, Trainer and Radio Jockey. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്നുകിൽ കൗമാരക്കാർ അല്ലെങ്കിൽ യുവജനങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്, നിങ്ങളുടേതായ രീതികളുണ്ട്, നിങ്ങളുടേതായ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്, നിങ്ങളുടേതായ ഫിലോസഫികളുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയെന്നോ അംഗീകരിച്ചെന്നോ വരത്തില്ല. ഈ ഒരു പ്രായത്തിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കണമെന്നുള്ള ഒരു വികാരം ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടി ചിലപ്പം എന്തും ചെയ്യും. ഈ ടീനേജ് എന്ന് പറയുന്നത് ഇൻഫാറ്റുവേഷൻ, അതുപോലെ തന്നെ അട്രാക്ഷന്റെ ഒക്കെ ഒരു ഏജ് ആണ്. അപ്പം തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തീർച്ചയായിട്ടും നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാകും. മാതാപിതാക്കളുടെ ഒരു ഇന്റർഫിയറൻസ്, അന്നേരം ആ ഒരു ഇന്റർഫിയറൻസിനോടുള്ള റെബലസ് നേച്ചറാണ് ഈ ഒരു പ്രശ്നങ്ങൾ എന്നെക്കാട്ടിലും മുതിർന്നവർക്കുണ്ടെന്നുള്ള, അല്ലെ എൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം ബാധിക്കുന്നു എന്നുള്ള വരാനുള്ള പ്രത്യേക കാരണം റെബലസ് നേച്ചർ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം വേണം. അതോടൊപ്പം നിങ്ങൾ അഭിപ്രായപ്പെട്ടു, ഞങ്ങളിൽ ആവശ്യമായ നിയന്ത്രണവും വേണം. നിയന്ത്രണം തരുമ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല, എന്നാൽ കുറേ കഴിയുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി പ്രതികരിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും എൽഡേഴ്സും നിങ്ങൾക്ക് തരുന്ന പേരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം നിങ്ങളോടുള്ള സമീപനം? എൽഡേഴ്സിന് എങ്ങനെയായിരിക്കും നിങ്ങളോടുള്ള സമീപനം? ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് മനസ്സിലാക്കാം. ജിജു സാറേ, ഈ
പേരൻറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരോടുള്ള പേരൻറ്റിങ്. അതെ, ഒരു പേരൻ്റ് എന്നുള്ള നിലയിലും ഒരു ട്രെയിനർ എന്നുള്ള നിലയിലും ജഡ്ജു സാറിൻ്റെ അഭിപ്രായം എന്തോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാവോ? ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ടീൻസിൻ്റെ ഒരു അപ്രോച്ച് ആക്കണ്ടേ. പക്ഷേ ഒരു ഇഫ് യു വാണ്ട് ടു ക്ലാപ്പ് യു ഗോട്ട് ടു യൂസ് ബോത്ത് യുവർ ഹാൻഡ്സ്. ഉടനെ എന്തെങ്കിലും ഒരു സക്സസ് ആയി വരണമെങ്കിൽ പേരൻറ്റിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫേസ് ആണ്. ഈ പേരൻറ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ടീനേജിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്കായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുക്കണം. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അവരുടെ ഇമോഷണൽ ആസ്പെക്ട്സും സൈക്കോളജിക്കൽ ആസ്പെക്ട്സും ഏത് രീതിയിലാണ് അവരെ വളർത്തി ഈ ഇമോഷണൽ റെസ്പോൺസസിനെ മാനേജ് ചെയ്യുക, അത് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഇമോഷണൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കി തരാമോ? പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ ഓരോ സിറ്റുവേഷൻസിലും വളരെയധികം മെച്യൂരിറ്റിയോട് ഹാൻഡിൽ ചെയ്യേണ്ട പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് നടക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെ സ്വാർത്ഥതയില്ലാതെ ഒരു ഫ്രണ്ട് ആകുക, ആ സമയത്ത് എൻ്റെ ഇമോഷണൽ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും. ഇപ്പോൾ എന്നെ കളിയാക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിൽ എനിക്ക് വരുന്ന ഇമോഷണൽ റെസ്പോൺസ് ഏത് രീതിയിലാണ് ഞാൻ കൊടുക്കേണ്ടത്, സൈക്കോളജിക്കലി ഞാൻ അതിനെ എങ്ങനെയാണ് എടുക്കേണ്ടത്. ഒരാൾ എന്നെ കളിയാക്കിയാൽ അതെന്നെ കുറയ്ക്കുമല്ല, അതെന്നിലുള്ള ഒരു കുറവ് കണ്ടേച്ച് ആ കുറവ് നീക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം എടുത്താൽ വളരെയധികം വ്യത്യാസം ആ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ വരും. വേറെ ഒരു കാര്യം ഞാൻ കണ്ടെത്തിയ ഒരു പേരൻറ്റ് എന്നോട് വളരെയധികം നല്ലൊരു കാര്യം ഷെയർ ചെയ്തതാണ്. ആ ഒരു 7 വയസ്സുള്ളൊരു കുട്ടിക്ക് പോക്കറ്റ് മണി കൊടുക്കുമായിരുന്നു. പോക്കറ്റ് മണി കൊടുത്തേച്ച് മാസത്തിൻ്റെ അവസാനം വരെ ആ കാശിനെ കുറിച്ചുള്ള ഒരു ചോദ്യവും ഇല്ല. ഇടയ്ക്ക് ഈ കുട്ടി ഫാദറും മദറിനോടും ചോദിക്കില്ലേ എനിക്കൊരു മുട്ടായി മേടിച്ചു തരണം, അല്ലെ ഒരു ഐസ്ക്രീം മേടിച്ചു തരണം. ആ പിതാവ് പറഞ്ഞത് ഈ പോക്കറ്റ് മണിയും കൊണ്ട് നിങ്ങളുടെ എല്ലാ ഹോബീസും തീർത്തിരിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ആ കുട്ടിയിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം തന്നെ ആ പേരൻറ്റിങ്ങിൻ്റെ കാരണം വളർത്തിയെടുക്കാൻ ഒത്തു. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഒരു പോക്കറ്റ് മണി കൊടുത്തിട്ട് ഇത് എങ്ങനെ നീ ചിലവാക്കി എന്ന് ഒരു കണക്ക് അവനോട് ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല അച്ഛാ. ബിക്കോസ് റെസ്പോൺസിബിലിറ്റി, വി ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ അവർ ആക്ഷൻ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ടീനേജ് കഴിഞ്ഞ് യൂത്ത് കഴിഞ്ഞ് ഒരു സ്ഥലം ജോലിക്ക് പോകുമ്പോഴും ഒരു ചോദ്യം എപ്പോഴും ജീവിതത്തിൽ വരും, ഒരു കണക്ക് ചോദ്യം എപ്പോഴും ജീവിതത്തിൽ വരും. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് ഈ പോക്കറ്റ് മണി വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ഇന്നതിന് ചെലവാക്കി എന്ന് അവരൊരു കണക്ക് മാതാപിതാക്കളോട് പറയുന്നത് നല്ലതാണോ? വളരെ നല്ലതാണ് അച്ഛാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് നോക്കിയാൽ, ഈ മാസാവസാനം കണക്കെടുത്ത് നോക്കുമ്പോൾ മോനെ നീ മുട്ടായിയുടെ പുറത്ത് കുറെ ചെലവാക്കിയതിന്റെ കാരണമല്ലേ എനിക്ക് പന്ത് മേടിക്കാൻ നോക്കാഞ്ഞത്, അങ്ങനത്തെ ഒക്കെയുള്ള ഒരു മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റിംഗ്. സാറിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് ചോദിച്ചോളട്ടെ, ഈ പോക്കറ്റ് മണിയൊക്കെ തരുമ്പോൾ മാതാപിതാക്കൾ നിങ്ങൾ എന്തെങ്കിലും ചിലവാക്കാനായിട്ട് പണം തരുമ്പോൾ അതിനൊരു കണക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ചിലപ്പോൾ ആവശ്യമാണ്, അത് സഹായകരമാകുമെന്നാണ് സാറ് പറഞ്ഞത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല, അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികളോട് ചോദിക്കുമ്പം അവർക്ക് പിന്നീട് എപ്പോഴും എന്തൊക്കെ മേടിച്ചു, എന്നെ കാര്യങ്ങൾ മേടിച്ചു എന്ന് പറയാൻ പൂർണ്ണ മനസ്സോടെ ആയിരിക്കത്തില്ല. അവർക്ക് മനസ്സിലൊരു എന്തോ പോലെ തോന്നും. അത് മാത്രമല്ല, ഇപ്പം പറഞ്ഞു മുട്ടായി മേടിച്ചതിന്റെ പേരിൽ ബോൾ മേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അവന് ബോൾ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ആ പൈസ കൊണ്ട് ബോൾ മേടിച്ചിരിക്കും. അല്ലാതെ ഇപ്പം മുട്ടായി മേടിച്ചത് കൊണ്ട് ബോൾ മേടിക്കാൻ പറ്റുന്നില്ല. അവന് പോക്കറ്റ് മണി കിട്ടുന്നത് അവന്റെ ആവശ്യങ്ങൾക്കാണ്. അപ്പൊ അതിന്റെ കണക്ക് വീട്ടിൽ പറയാന്ന് പറയുമ്പം അവന്റെ മാതാപിതാക്കളാണ് അവന് പൈസ കൊടുക്കുന്നത്, അല്ലാതെ അവന് വേറെ നിന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നൊന്നുമല്ല. അപ്പൊ അവന്റെ മാതാപിതാക്കളോട് അപ്പൊ അതിന്റെ കണക്ക് പൂർണ്ണമായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പൊ പോക്കറ്റ് മണി തരികയാണെങ്കിൽ കണക്കും ചോദിക്കേണ്ട, ഞങ്ങളെ അവിശ്വസിക്കുകയും വേണ്ട, ഇങ്ങനെ തന്നേച്ചാൽ മതി, ഞങ്ങളത് ആരോഗ്യപരമായ രീതിയിൽ ചെലവാക്കും. അല്ല, പൈസ അമിതമായി ചെലവാക്കുന്നത് തോന്നുമ്പോൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ, പൂർണ്ണമായി അത് നിഷേധിക്കുന്നില്ല. പക്ഷെ എങ്കിലും എപ്പോഴും ഒരു 100 രൂപ തന്നിട്ട് നീ വൈകുന്നേരം വരുമ്പോൾ നീ അത് ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് ചോദിക്കാൻ തോന്നുന്നില്ല. അപ്പോഴാണ് അവനെ മോഷ്ടിക്കുക എന്ന് അവന്റെ ഉള്ളിൽ വരുന്നത്. എൻ്റെ ഈ കൊച്ചനുജൻ പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുകയില്ല. കാരണം എന്ന് പറയുന്നത്, പണം ധാരാളം കുട്ടികളിലേക്ക് കൊടുക്കുക, പോക്കറ്റ് മണിയായിട്ട് കൊടുക്കുക, അതിന് യാതൊരു കണക്കും ചോദിക്കേണ്ട,
ഈ പണം കൊടുത്തല്ല കുട്ടികളെ സ്നേഹിക്കേണ്ടത്. അവർക്ക് ആവശ്യത്തിനുള്ള സ്നേഹവും കരുതലും വാത്സല്യവുമാണ് കുഞ്ഞുമക്കൾക്ക് വളർന്നു വരുന്നവർക്ക് കൊടുക്കേണ്ടത്. എന്നാൽ അത്യാവശ്യത്തിനുള്ള പോക്കറ്റ് മണി കൊടുക്കണ്ടേ? അത്യാവശ്യത്തിനുള്ള പോക്കറ്റ് മണി അത് വളരെ ആവശ്യം കണ്ടറിഞ്ഞു കൊടുക്കണം. അത് എന്തിന് തൻ്റെ മക്കള് അത് എന്തിന് കൊടുക്കുന്ന പണം എന്തിന് ചെലവാക്കിയെന്ന് ഓരോ പിതാവും മാതാവും അറിയേണ്ട കാര്യമുള്ള അവകാശം അവർക്കുണ്ട്. അവകാശമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ പിതാവ് എനിക്ക് പണം തരുമായിരുന്നു, പക്ഷെങ്കിൽ അതിനൊക്കെയുള്ള കണക്ക് എന്നോട് ചോദിക്കുമായിരുന്നു. ആ കണക്ക് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഓരോ പണത്തിനും ഞാനും കണക്ക് വെക്കും. പൊതുജീവിതത്തിൽ എന്നാ തോന്നിയിട്ടുണ്ട്? ഇല്ല, ആദ്യം നമുക്കൊരു മുഷിവൊക്കെ തോന്നും, ഇങ്ങനെ ഇതെന്തോ പട്ടാള ചിട്ടയാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെങ്കിൽ പിന്നീട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവും. അതെ, പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോഴും ഒക്കെ എനിക്കൊരു കണക്ക് ഇത് പൊതുവിൻ്റെയാണ്, ആവശ്യത്തിൽ കൂടുതൽ ഒന്നും നമ്മൾ ചെലവാക്കരുത് എന്നൊരു തോന്നൽ ആ പിതാവിൻ്റെ ആ പ്രവർത്തനം കൊണ്ട് എനിക്ക് ഉണ്ടായി. മാതാപിതാക്കൾ എന്ന നിലയിൽ ചോദിക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അവനൊരു 100 രൂപ കൊടുത്തു, അവനൊരു 50 രൂപയ്ക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അച്ഛൻ ഐസ്ക്രീം മേടിച്ചോന്ന് വിശ്വാസത്തിലായിരിക്കും പിറ്റേ ദിവസം അവന് 100 രൂപ കൊടുക്കുന്നത്. അപ്പോഴും അവനെ കണക്ക് നോക്കുന്നതിൽ ഒരു കാര്യം അർത്ഥമില്ലാതെ ആവുകയാണ് അവിടെ. കണക്ക് ചോദിച്ചില്ലെങ്കിലും ആ ലഹരി തന്നെ അവൻ വാങ്ങിക്കത്തില്ലയോ? അതെ, വാങ്ങിക്കും. അതുകൊണ്ട് അപ്പം കണക്ക് ചോദിക്കുമ്പം അവൻ ലഹരിക്ക് പകരം ഐസ്ക്രീം ആണ് അല്ലെങ്കിൽ മുട്ടായി ആണ് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മേടിച്ചത്. കള്ളം പറയാമെന്നേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ഈ ചോദിക്കുന്നതിൽ അർത്ഥമില്ലാതാവും അവിടെ. അതെ, ഓക്കെ. ഇത് എന്താ പറയാൻ ശ്രമിക്കുന്നു പറഞ്ഞാട്ടെ. ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നുണ്ട്. ഞാനൊരു അധ്വാനിച്ചിട്ട് ഇപ്പം എൻ്റെ അച്ഛൻ എനിക്കൊരു 100 രൂപ തരുന്നു, അത് ഞാനത് അധ്വാനിച്ചിട്ട് അച്ഛൻ്റെ 100 രൂപ മേടിക്കുവാണെങ്കിൽ അതിൽ അച്ഛൻ കണക്ക് ചോദിക്കുന്നതിന് ഒരു അർത്ഥമില്ല. കാരണം ഞാനിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് മാസാവസാനം സാലറി കിട്ടും. അപ്പം പിന്നെ ആ ബോസ് എന്നോട് ചോദിക്കും, താൻ ആ സാലറിയും കൊണ്ട് ഞാൻ എന്തിനാ ബോസിനോട് പറയണം ഞാൻ എങ്ങനെ ചെലവാക്കി? കാരണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ. അപ്പൊ അല്ലാതെ തന്നെ ഇത് പക്ഷെ അധ്വാനിക്കാതെ ഉണ്ടാകുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് കണക്ക് കൊടുക്കാനുള്ള ആ ഒരു അവകാശം നമുക്കുണ്ട്. ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് പിതാവ് ചോദിച്ചാലും ചോദിച്ചില്ലെന്ന് വരികിലും ഞാനിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊരു കണക്ക് എൻ്റെ മാതാവിനോ പിതാവിനോ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മാതാവോ പിതാവോ ചോദിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇദ്ദേഹം പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു സംഗതിയാണ്. ഇതെങ്ങനെ ഞാൻ ചെലവഴിച്ചു എന്ന് എൻ്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഇദ്ദേഹം പറയും. നിങ്ങൾക്ക് വല്ലൊരു ഇതുപോലുള്ള പോക്കറ്റ് മണിയൊക്കെ തരാറുണ്ടോ? പേരൻസ് ഒക്കെ തരാറുണ്ടോ? തരാറുണ്ട്. പക്ഷേ നമ്മളെ അവര് വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ അതൊരിക്കലും മിസ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല? ഇല്ലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുടെ ഉള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെലവാക്കിയാലും അത് എന്തിനാണെന്നും പേരൻസിനോട് തീർച്ചയായിട്ടും പറയും. ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. മാതാപിതാക്കള് കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹം കാണിക്കുവാൻ അവർ ചോദിക്കുന്ന എത്ര രൂപയാണോ അതിൽ 10 രൂപ കൂടുതൽ കൊടുക്കും ചിലർ. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. അമിതമായിട്ട് പോക്കറ്റ് മണി കൊടുത്ത് നിങ്ങളുടെ സ്നേഹം കാണിപ്പാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങളെ അബദ്ധത്തിലേക്ക് കൊണ്ട് ചാടിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പോക്കറ്റ് മണി ആവശ്യത്തിന് കൊടുക്കണം, അവിടെ ഒരു സ്ട്രെഞ്ചിനെസ് കാണിക്കരുത്, എന്നാൽ അമിതമായി നമ്മളത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതോടൊപ്പം സാറേ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ ഇന്ന് പഠനം അവരുടെ പ്രധാന ജോലിയാണ്. അതെ, അത് കഴിഞ്ഞ് അവർ മറ്റു ജോലിക്കൊക്കെ പോകും. അതെ. എന്നാൽ വീടുമായിട്ടുള്ള ബന്ധത്തിൽ വീട്ടിൻ്റെ ഓരോ കാര്യങ്ങളോടും ഇന്നത്തെ യുവജനങ്ങൾ അധികം ബന്ധപ്പെടുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇസ്തിരിക്കിടുന്ന കാര്യം, അല്ലെന്ന് വരികിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വീട് മാനേജ് ചെയ്യുന്ന കാര്യം, ഈ കാര്യങ്ങൾക്കൊക്കെ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായി ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ബിക്കോസ് ഫാമിലി, ഈ ഒരു ടീനേജ് കഴിഞ്ഞ് യൂത്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഒരു കുടുംബം, ഒരു കുടുംബത്തിൻ്റെ നാഥനോ അല്ലെ ഒരു കുടുംബത്തിൻ്റെ ഒരു മദറായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റിലോട്ടാണ് ഇവർ നെക്സ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്നത്. ആ സമയത്ത് ഈ ഡൊമസ്റ്റിക് സ്കിൽസിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായ ഒരു ഫേസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊമസ്റ്റിക് സ്കിൽസ് ഇല്ലാത്തതിൻ്റെ കാരണം വീടുകളിൽ പാചകങ്ങൾ കുറവ്, പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നു, സകലതും വല്ലവരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇഫ് യു ലുക്ക് ബാക്ക് അറ്റ് ദ പാസ്റ്റ്, പഴയ അമ്മച്ചിമാരും അവരൊക്കെ ഈ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുമായിരുന്നു. ഹൗ ടു ബി
സെൽഫ് സഫിഷ്യന്റ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിന്റെ ഓരോ ഫംഗ്ഷനിങ്ങിലും മാതാപിതാക്കൾ നിങ്ങളെ ഇൻവോൾവ് ആക്കുന്നുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട് അല്ലേ? ഉണ്ട്. പക്ഷേ യെസ്, എല്ലാവരും ചെയ്യണമെന്നില്ല. നമ്മളിപ്പം എല്ലാവരും യുവാക്കൾ ചെയ്യണമെന്നില്ല ഇപ്പം. അപ്പം നമ്മൾ ഇപ്പം ചെയ്തില്ലെങ്കിലും നമ്മൾ പ്രായം കൂടുതലായാലും നമ്മൾ തന്നെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്തു പോകും. അപ്പം പിന്നെ ഇപ്പൊ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പൊ ചെയ്തില്ലേലും കുഴപ്പമില്ല, കാരണം പ്രായമാകുമ്പം തന്നെ നീ ചെയ്തു പോകും എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എന്തോ അത് പുരുഷന്മാരുടെ കാര്യത്തിലാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ അത് ശരിയാണോ? അത് ഒരുവിധം അവരങ്ങ് ഭാവിയിൽ ഒരു ലെവൽ എത്തുമ്പോൾ അവർ തന്നെ ചെയ്തേ. സ്ത്രീകളുടെ കാര്യത്തിലുള്ള കാര്യം, സ്ത്രീകൾക്കാണെങ്കിൽ ഭാവിയിൽ ഒന്നും അറിയാതൊരു കുട്ടി ഒരു വീട്ടിലോട്ട് കയറി ചെന്നാൽ അവളുടെ ലൈഫ് കുറച്ചുകൂടെ ഫ്ലോപ്പ് ആണ്. കല്യാണത്തെ കുറിച്ച് ഇപ്പോഴേ ആലോചിക്കുന്നത്. ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പം ഞങ്ങളെ അമ്മ പറഞ്ഞു തരുന്നത്, മോളെ നീ ഇപ്പം പഠിച്ചാൽ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞാണ് ഞങ്ങളെ ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടി ഇതിലൊരു വേർകൃത്യത്തിന്റെ ആവശ്യമേ ഇല്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ ഒരു 3 അല്ലെങ്കിൽ 4 വയസ്സാകുമ്പോൾ മുതൽ അതിനെ ചെറിയ ചെറിയ ജോലികൾ എടുപ്പിച്ച് പരിശീലിപ്പിക്കണം. ഒരു 10th ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഒക്കെ പ്രായമാകുമ്പോഴാണ് പെൺകുട്ടികളെ കൊണ്ടായാലും ആൺകുട്ടികളെ കൊണ്ടായാലും ചെറിയ ജോലിയൊക്കെ എടുപ്പിക്കാൻ തുടങ്ങുന്നത്. അത് അങ്ങനല്ല, ഒരു 3 വയസ്സ് തലം മുതലേ ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ കുട്ടികൾ കൊടുക്കണം. അപ്പൊ അവര് നമ്മൾ പറയാതെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് സ്വയം ചെയ്തു തുടങ്ങും. അത്തരത്തിലൊരു അവബോധത്തിൽ വേണം കുട്ടികൾ വളർന്നു വരും. 3 വയസ്സ് മുതൽ തന്നെയെങ്കിലും കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇൻവോൾവ് ആക്കണം എന്നാ ഇദ്ദേഹം പറയുന്നത്. അല്ല 30 വയസ്സാകുമ്പോഴല്ല. ഭവനമാണ് ആദ്യ പാഠശാല. കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭവനത്തിൽ നിന്ന് പഠിക്കേണ്ട ആ നല്ല മൂല്യങ്ങൾ അത് ഭവനത്തിൽ നിന്ന് പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്പൊ നല്ല മൂല്യബോധമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മൂല്യബോധം കൊടുക്കണം. അപ്പൊ സാറേ, ഇവിടെ ഈ വീടുമായിട്ടുള്ള ബന്ധത്തിലുള്ള സ്കിൽസ് അല്ലെ മാനേജ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി ചേർന്ന് പറയുകയാണ് വാല്യൂ സിസ്റ്റം ഇംപാർട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ് കുടുംബം. സാർ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? അച്ഛാ, ഇപ്പം ഈ വാല്യൂ സിസ്റ്റംസിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തെറ്റിപ്പോകുന്ന 2 മേഖലകളാണ് റൊമാൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇത് രണ്ടിൻ്റെയും ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, റൊമാൻസ് എന്താണെന്നും ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നും, ഇത് രണ്ടിലും ദൈവത്തിന്റെ ഒരു പങ്ക് അല്ലെ ഒരു കോൺട്രിബ്യൂഷൻ എവിടാണെന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സെന്റർ ഓഫ് ലേണിംഗ് ആണ് കുടുംബം. അത് കുടുംബമാണ്. ഇത് ഈ 2 ആസ്പെക്ട്സിനെ കുറിച്ച് പറയാനുള്ള ഒരു മടി കാണിക്കലാണ് കൂടുതലും കുഴപ്പത്തിലോട്ട് ചാടി പോകുന്ന. ഈ റൊമാൻസിന്റെ മേഖലയിലാണെന്ന് വരികിലും അതെ, ഓരോന്നിനും ഓരോ പടികളുണ്ട്. അതാത് സമയത്ത് അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതേ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ, അവർ ഒരുമിച്ചൊന്ന് നടന്നു പോയാൽ ഈ വഴിയെ പോകുന്നവരെല്ലാം അവരെ നോക്കും, ഇതെന്തോ പോക്ക എന്നുള്ളത് നോക്കും. ആ ഒരു അപ്രോച്ച് അത്ര ശരിയാണെന്ന് തോന്നുന്നു. വളരെ അധികം തെറ്റായ ഒരു അപ്രോച്ചാണ്. ഇത് പണ്ടൊരു കാര്യമുണ്ട്, ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മനുഷ്യനെ ഈ പോകുന്ന ആൾ കള്ളനാണ് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കള്ളനായിട്ടേ തീരുള്ളൂ. സോ അതുപോലെ വി ഷുഡ് ഗിവ് ദം ഫ്രീഡം. മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ ഫ്രീഡം കൊടുക്കണം ടു ഹാവ് ഫ്രണ്ട്സ്. അതേ സമയത്ത് വി ഷുഡ് സെറ്റ് ദ ലിമിറ്റ്സ്. ബൗണ്ടറി നിശ്ചയിക്കണം. എവിടെ വെച്ചാണ് നിങ്ങളുടെ ഒരു ലിമിറ്റ് അവസാനിക്കുന്നത്? അപ്പോൾ ആരോഗ്യപരമായിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, പരിധി വിട്ടു പോകാതിരിക്കാനുള്ള ബൗണ്ടറിയും കൊടുക്കണം. അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുമ്പോഴാണ് ഈ ടീൻസ് കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കുകയും മാതാപിതാക്കളുടെ അടുത്ത് കുറെ കൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ഇങ്ങനെ എനിക്കൊരു കൂട്ടുകാരിയുണ്ട് അല്ലെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയും ഫ്രീഡം ഓഫ് തോട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. കുഞ്ഞുങ്ങൾ അത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും. അതെ, അപ്പൊ വലിയ അപകടത്തിൽ പോകാതിരിക്കും. ഈ ലിബി സാറേ, ഈ കുടുംബത്തിന് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ കുഞ്ഞുങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരെ മറ്റു പലതുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ കുടുംബത്തിന് മാത്രമേ ഉള്ളോ? വിദ്യാലയങ്ങൾക്കും അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ തന്നെയുള്ള പങ്കുണ്ട്. കാരണം നമ്മുടെ ഒരു പാരമ്പര്യം തന്നെ പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ വലുപ്പമുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മുടെ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല.
മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യരാണെന്നാണ് ഭാരതീയ പാരമ്പര്യം എപ്പോഴും പറയും. അപ്പോൾ പിതാവിനെ പോലെ അല്ലെങ്കിൽ മാതാവിനെ പോലെ ഇടപെടുന്ന ഒരു ഗുരുവാണ്, അധ്യാപകനാണ്, അധ്യാപികയാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പം വാല്യൂസ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളുടെ ധാർമ്മികതയുടെ ഒരു പരിപൂർത്തി, അതിൻ്റെ ഒരു മോൾഡിങ് നടക്കുന്നത് എപ്പോഴും വിദ്യാലയങ്ങളിലാണ്. കാരണം അവൻ്റെ ഒരു കുട്ടിയുടെ സാമൂഹിക ജീവിതം ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്നതും ഒരു കുട്ടി സാമൂഹിക തലത്തിൽ ഇടപെടുകയും ചെയ്യുന്നത് കുടുംബം കഴിഞ്ഞാൽ പിന്നെ അടുത്ത തരം എന്ന് പറയുന്ന വിദ്യാലയത്തിലാണ്. കാരണം സ്കൂൾ കോളേജിൽ ഒരു പയ്യന് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു, സാറ് എന്നാ ചെയ്യും? പിടിക്കപ്പെടുന്ന ഒരു അവസ്ഥ നിയമപരമായിട്ടാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾക്കനുസരിച്ച്, സർവകലാശാല പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് വല്ല മൂല്യം നമുക്ക് പകർന്നു കൊടുക്കാൻ ഒക്കുമോ? ഒരു മൂല്യവും പകർന്നു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഒരു ശിക്ഷണ നടപടിയെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്താൻ പറ്റും. എന്നാൽ രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ കുട്ടിയെ അരികിൽ വിളിച്ചിട്ട് ഈ കോപ്പി അടിക്കുന്നതിനകത്ത് നീ കാട്ടുന്ന അധാർമികത എന്താണെന്ന് ഒരു അധ്യാപകന് പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനം. ഒരു കോപ്പി അടിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ നിയമ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെ കൊണ്ട് നിർത്താതെ ഈ കുഞ്ഞിന് ഒരു മൂല്യബോധം പകർന്നു കൊടുക്കാനായിട്ട് പിന്നീട് ഈ കുഞ്ഞിനെ അധ്യാപകൻ വിളിച്ച് അവനുമായിട്ട് ഇടപെടുകയും ഒരു മൂല്യബോധം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകണമെന്നാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകൻ അവൻ്റെ ഒരു പേരന്റ് തന്നെയാണ്, അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരന്റ് തന്നെയാണ്. ഞാൻ അതിനെ അങ്ങനെ കാണുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും ഇതിനകത്ത് സംഭവിക്കുക ഒരു മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ബി എ ഫ്രണ്ട്, ഒരു സ്നേഹിതനായിരിക്കുക, ഒരു സ്നേഹിതയായിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ഉള്ളിൽ ഈ പേരന്റിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചാണെങ്കിലും ഈ അധ്യാപകനെ സംബന്ധിച്ചാണെങ്കിലും ഒരു ഭീകര സങ്കല്പമായിരിക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് ഓടിയെത്താൻ കഴിയുന്ന സ്നേഹനീയമായ ഒരു സാന്നിധ്യമാണ് എൻ്റെ മാതാപിതാക്കളെന്നും എൻ്റെ അധ്യാപകരെന്നും പറയുന്ന അപ്രോച്ചബിൾ ആണെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ കഴിയുന്നിടത്താണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ മൂല്യബോധത്തെയും ധാർമ്മിക നിലവാരത്തെയും ഇപ്പോൾ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജേശു സാറേ, ഈ കുഞ്ഞുങ്ങൾ ഈ മൂല്യബോധം കുടുംബത്തിൽ നിന്ന് ലഭിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് സൊസൈറ്റി കൊടുക്കുന്ന മൂല്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണല്ലോ. വളരെയധികം വ്യത്യസ്തമാണ് അച്ഛാ. ഇതിൽ പ്രത്യേകമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡിഫറൻസ്, ഞാനൊരു രാജ്യത്തിൻ്റെ പേരെടുക്കുന്നില്ല, പക്ഷേ ആ രാജ്യത്തെ പത്രം അതിൻ്റെ ഫ്രണ്ട് പേജ് എപ്പോഴും ഒരു മോട്ടിവേഷണൽ ആൻഡ് പോസിറ്റീവ് ന്യൂസസ് മാത്രമേ കാണുകയുള്ളൂ. ഈ വരുന്ന കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അവർക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി ടു പുട്ട് ഇൻ പോസിറ്റിവിറ്റി ഇൻ ടു ദ ചിൽഡ്രൻ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ സെറ്റപ്പുകൾ, ക്ലബ്ബുകളായാലും ഒരു റിലീജിയസ് ബോഡി ആയാലും അവിടൊക്കെ വെച്ച് ഈ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗ്രോയിങ് ദ നെക്സ്റ്റ് ജനറേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ആഘോഷങ്ങൾ കൂടുന്നു, സെലിബ്രേഷൻസ് ഇൻക്രീസസ് ആൻഡ് പാസിംഗ് ഓൺ വാല്യൂസ് ഡിക്രീസസ്. ആ ഒരു പ്രവണത ഇപ്പം സൊസൈറ്റി തുടങ്ങുന്നതിൻ്റെ കാരണം അതിനൊരു പോളിസി എന്ന് പറയുന്നത് ലൈഫ് ഈസ് ടു ബി എൻജോയ്ഡ് എന്നുള്ളൊരു ഫിലോസഫി അല്ലേ അതിൻ്റെ പുറകിലുള്ളത്. ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ ഇവർ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഏത് പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ നോക്കുന്നത്? അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള കഴിവും ഇതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് നമുക്ക് വരുത്തേണ്ടി വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ടോക്ക് ഷോ അല്ലെ ഒരു ഡിബേറ്റ് സ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ചിന്ത സമൂഹത്തിലോട്ട് വരുന്നു, സമൂഹം കൂടി അതിനുവേണ്ടി ചിന്തിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വെച്ചാൽ സമൂഹത്തിൽ ഒരു എൽഡർലി ബോഡി ഉണ്ടാകണം എന്ന് വളരെ അത്യാവശ്യമാണ്. ലൈക്ക് ദ റിട്ടയർഡ്. ഇപ്പം പല വീടുകളിൽ കണ്ടിട്ടുണ്ട്, റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന പേരൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞു പോകുന്നു. ഒരു സൊസൈറ്റി ഷുഡ് ഫോം എൻ എൽഡർലി തിങ്കിങ് ടാങ്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തിങ്കിങ് ടാങ്ക് വന്നേച്ച് ഓരോ പ്രോഗ്രാംസ് ആവിഷ്കരിക്കുക, പിള്ളേർക്ക് വേണ്ടിയായിട്ടുള്ള കോമ്പറ്റീഷൻസ് ചെയ്യുക, അതുകൊണ്ട് വാല്യൂസ് പാസ് ചെയ്യുക, അതിനു വേണ്ടിയായിട്ടുള്ള ഒരു ബോഡി ഫോം ചെയ്യണം. ഇപ്പൊ സാറ് പറഞ്ഞ വലിയൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ഇന്ന് ഫോളോ ചെയ്യാനായിട്ട് ആളുകളില്ല, നമുക്ക് ഒരു മോഡലായിട്ട് എടുക്കാനായിട്ട് ആളുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരെ അനുഗമിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് കൂടുതലും സോഷ്യൽ മീഡിയയായ. അപ്പോൾ പേരൻസ് നമുക്ക് തരുന്നതും നമ്മുടെ അധ്യാപകർ നമുക്ക് തരുന്നതും, എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹം നമുക്ക് തരുന്നതും തമ്മിൽ തികച്ചും ചില വ്യത്യാസങ്ങളൊക്കെ ചിലയിടത്തൊക്കെ നമുക്ക് കാണാം.
പേരൻസ് തരുന്ന മൂല്യങ്ങൾക്ക് വലിയ വില സോഷ്യൽ മീഡിയയുടെ മൂല്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ കണ്ടു എന്ന് വരത്തില്ല. അങ്ങനെയാണെന്ന് വരികിൽ എവിടേക്കോ ചില പരിധികൾ, ബൗണ്ടറികൾ നമുക്ക് നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? ഉദാഹരണം പറയുകയാണെന്ന് വരികിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം ഒരാണും പെണ്ണും എങ്ങനെയും എവിടെയും എതിലെയും ഒക്കെ പോകുന്നതിന് പെർമിഷൻ കൊടുക്കുന്ന ഒരു മീഡിയ ആയിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയ. എന്നാൽ മാതാപിതാക്കൾ പറയുന്നുണ്ട് അങ്ങനെ പോകരുത്, അരുത് അരുത് എന്നൊക്കെ അവർ പറയും. ഇതിലെവിടെയാണ് ബൗണ്ടറി നമ്മൾ വയ്ക്കേണ്ടത്? ഇതിലെവിടെയാണ് നമുക്ക് ഒരു പരിധി നിശ്ചയിക്കേണ്ടത്? ഒരാണും പെണ്ണും എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി ഒന്നിച്ച് നടക്കുന്നു. അന്നേരം പേരൻസിനോട് നമ്മൾ പറയാം ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അമ്മേ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അച്ഛ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവർക്കൂടെ ബോധ്യം വന്നു ഇത് ഇവിടെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ ആ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അകലം വെക്കണം. അവൻ എല്ലാം കൊണ്ടും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ നമുക്കെല്ലാം തുറന്ന് നമ്മൾ അകലം വയ്ക്കാനായിട്ട് മടിക്കുന്നെങ്കിൽ മാതാപിതാക്കൾ ഒരു അകലം വയ്ക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ഇപ്പൊ അവര് പറയുവാ മോളെ നോക്കെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, അത് ഞങ്ങൾക്കറിയാം, പക്ഷെ പുറത്തുള്ള ഒരു വ്യക്തിക്ക് അത് അറിയില്ല. അന്നേരം അവര് കാണുമ്പോ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ കണ്ടോ അവളാ ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയാ, അവൾ നോക്ക കണ്ട ചെറുക്കന്മാരോടെല്ലാം ഇങ്ങനെ നടക്കുക എന്നാ പറയുന്നത്. അതെന്ന് പറയുമ്പോ അവിടെ ഒരു ഭാവിക്ക് അതൊരു ദോഷമായിരിക്കും. അന്നേരം പേരൻസിന് തന്നെ അതൊരു പേടിയുണ്ട്, അയ്യോ എന്റെ പെൺകുട്ടി, അയ്യോ അവിടെ ഒരു ഭാവി, എങ്ങനെ അവള് മുന്നോട്ട് പോകും. അവിടെ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ വളരെ കൺസേൺഡ് ആണ്. അപ്പോൾ അതും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാത്രമല്ല ഈ പരിധി എന്ന് പറയുന്നത്. മുമ്പേ നിങ്ങൾ പറഞ്ഞ പണം ചെലവാക്കുന്നതിലും ഒരു ബൗണ്ടറി ഉണ്ട് അല്ലേ? നിങ്ങളുടെ ഫ്രീഡത്തിനകത്തൊരു ബൗണ്ടറി ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ജന്മദിന പരിപാടി ഇന്നുണ്ട്, എനിക്കതിൽ പോയി സംബന്ധിക്കണം. കൂട്ടുകാരുടെ ജന്മദിനത്തിന് പോയി സംബന്ധിക്കുന്നത് നല്ല കാര്യമല്ലേ? അപ്പം മാതാപിതാക്കൾ അത് അനുവദിക്കണോ വേണ്ടായോ? അനുവദിക്കണം അല്ലേ? ശരി, അപ്പം മോനെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നത് നല്ലതാണ്, മോൻ പോയി സംബന്ധിച്ചു കൊള്ളുക. അതിനുള്ള ഫ്രീഡം തന്നല്ലേ? ഫ്രീഡം തന്നപ്പോൾ മാതാവോ പിതാവോ നിങ്ങളോട് പറയുകയാണ് മോനെ വൈകിട്ട് 7 മണിയാകുന്നതിന് മുൻപ് തിരിച്ച് വീട്ടിൽ വന്നിരിക്കണം. അതൊരു ബൗണ്ടറി അല്ലേ? പോകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നു, എത്ര സമയം വരെ അവിടെ ചെലവഴിക്കണമെന്നുള്ളൊരു ബൗണ്ടറിയും തന്നു. അങ്ങനെ ഒരു ബൗണ്ടറി തന്നാൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ വ്യക്തിയുടെ രൂപീകരണം പറയുന്നത് സമൂഹം അതിലൊരു പ്രധാന കാര്യം തന്നെയാണ്. അതായത് ഇപ്പം നമ്മൾ ബൗണ്ടറി വെക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു. ഇപ്പം രാത്രി പാർട്ടികൾക്കൊക്കെ പോയി ലേറ്റായിട്ട് വരിക, താമസിച്ച് വരിക, തോന്നുമ്പോൾ പോലെ ജീവിക്കുക. സമൂഹം നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അവൻ ഇങ്ങനെ ആയി പോകുന്നതുകൊണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് അവർ ബൗണ്ടറികൾ വെക്കുന്നത്. അല്ലാതെ നമ്മളെ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലോ ഒന്നുമല്ല. ഇന്നത്തെ സമൂഹത്തിൽ പുറത്തിറങ്ങുമ്പം പല കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു ബൗണ്ടറി വെച്ചാൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കും. അതിപ്പം ഒരു പാർട്ടിക്ക് പോയി ഇന്ന സമയത്ത് പറഞ്ഞാൽ നമുക്ക് അത് കേൾക്കുമ്പം യുവതലമുറക്ക് എന്തായാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ പിറകിലെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പം അത് സമൂഹം നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു അതിന്റെ പേര് സ്വാതന്ത്ര്യം തരുന്നതോടൊപ്പം ഒരു പരിധിയും കൂടെ നിശ്ചയിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേരന്റിങ്ങിന്റെ ഒരു ഭാഗമാണ് ഫ്രീഡവും ബൗണ്ടറിയും എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുപോലെ ഉൾക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് ആരോഗ്യമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ വളർന്നു വരുന്നത്. അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു തലമുറയായിട്ട് വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഈ ധാർമ്മികതയ്ക്ക് വേണ്ട വില കൊടുക്കാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊരിക്കലും വ്യക്തിപരമായിട്ട് മാത്രം സെൽഫിഷ് ആകുന്നത് കൊണ്ടാണ് പലപ്പോഴും
ധാർമ്മികത ഇല്ലാത്തൊരു ലോകം ഉണ്ടാകുന്നതിന് കാരണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിലെ എല്ലായ്പ്പോഴും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവം കൂടെ ഉണ്ടെങ്കിലേ സമൂഹം മുന്നോട്ട് പോകും. ഞാൻ അഗ്രി ചെയ്യുവാണ്, മറ്റൊരാൾ എൻ്റെ ആശയത്തിനെ ഡിസഗ്രി ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലും നമ്മുടെ ബോധത്തിലും നന്നായിട്ട് ഇറങ്ങിച്ചെന്നാൽ ഈ വരുന്ന പ്രശ്നങ്ങൾ ഓഫ് ഡിസ്റെസ്പെക്ട്, ഈ വരുന്ന പ്രശ്നങ്ങൾ ഓഫ് ഇൻടോളറൻസ്, ഇതെല്ലാം വളരെയധികം ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ ഒക്കും. സത്യം, ധർമ്മം, സത്യസന്ധത ഇങ്ങനത്തെ മൂല്യങ്ങൾ ഉണ്ടെങ്കിലേ ഈ സമൂഹം ഇന്ന് നിലനിൽക്കുകയുള്ളൂ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.